വിനാശത്തിന്റെ ലഹരിക്കെതിരെ ആരോഗ്യത്തിന്റെ ലഹരിയുമായി ഹോസ്ദുർഗ് ജനമൈത്രി പോലീസ്. ഓപ്പറേഷൻ തൂഫാനും ഒപ്പം ലോകകപ്പ് ഫുട്ബോളും മുൻനിർത്തിയുള്ളതായിരുന്നു ഇത്തവണത്തെ ഇവരുടെ ബോധവൽക്കരണം. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. ഹോസ്ദുർഗ് ജനമൈത്രി പോലീസും സൗത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റും സംയുക്തമായാണ് ഓപ്പറേഷൻ തൂഫാനും അതോടൊപ്പം തന്നെ ലോകകപ്പ് ഫുട്ബോളും മുൻനിർത്തി പ്രത്യേക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ഹോസ്ദുർഗ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ AR ഷാർഗ്നരന്റെ ശേഖരത്തിലുള്ള 1996 മുതൽ 2026 വരെയുള്ള ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ 20,000-ലധികം വരുന്ന ഫോട്ടോകളുടെ പ്രദർശനം കൂടി ഒരുക്കിയായിരുന്നു ഇത്തവണത്തെ വേറിട്ട ലഹരി വിരുദ്ധ പരിപാടി. 1986 മറഡോണ മെക്സിക്കോയിൽ വെച്ച് വേൾഡ് കപ്പ് ഉയർത്തിയ കാലം മുതൽ, ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന കാലത്താണ്, അന്ന് മുതൽ ഈ ഫുട്ബോളിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ചെറിയ ചെറിയ പത്രങ്ങളിൽ നിന്നുള്ള പീസുകൾ വെട്ടിയെടുത്ത് പഴയ കാലത്ത് പുസ്തകങ്ങളിലൊട്ടിച്ച് അതിനുശേഷം ഇതുപോലെയുള്ള വലിയ പത്രത്താളുകളിലേക്ക് ആക്കി ഇത് 3ാമത്തെ 4ാമത്തെ വേൾഡ് കപ്പിനാണ് ഇങ്ങനെ ഒരു പ്രദർശനം നടത്തുന്നത്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഞങ്ങളുടെ കൂടെ കളിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, മേലുദ്യോഗസ്ഥർ, അവരൊക്കെ ഇപ്പം ചെയർമാൻ പറഞ്ഞ പോലെ ഇത് ലാമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന്, അപ്പോൾ അവരുടെയൊക്കെ നിർബന്ധം കാരണം ആണ് ഇത് ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഈ 2022 മെസ്സി കപ്പ് ഉയർത്തുന്നവരെയുള്ള എല്ലാ ഫോട്ടോസുകളും ഇതിൽ കാണും. നമ്മൾ കണ്ടതും കേട്ടതും മറഞ്ഞുപോയതുമായ കളിക്കാർ, അവരുടെ ചിത്രങ്ങൾ നമുക്കിനി ചിലപ്പോൾ ഓർമ്മയിൽ പോലും ഉണ്ടാവില്ല. ഈ പുതിയ തലമുറ ഇപ്പം വലിയ വലിയ കട്ടൗട്ടുകളും ഫ്ലക്സുകളും വെക്കുന്ന കാലത്തിന് മുമ്പ് ശേഖരിച്ച് വെച്ചതാണ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് കാണുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാവും. ഇത് ശേഖരിക്കാനുണ്ടായ പ്രത്യേക സാഹചര്യം അല്ലെങ്കിൽ ഒരു കാരണമെന്ന് പറയുന്നത് ഫുട്ബോളിനോടുള്ള താല്പര്യം മാത്രമാണ്. പോലീസിൻ്റെ ജോലിക്കിടയിലും അതിന് കിട്ടുന്ന ചെറിയ സമയം കൊണ്ട് ഇങ്ങനെ ചെയ്തു വെച്ചതാണ്. പുതിയ കോട്ടയിലെ ടൗൺ ഹാളിൽ വെച്ച് നടത്തിയ പ്രദർശനവും ബോധവൽക്കരണവും നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ശരണധരൻ എന്ന സുഹൃത്ത്, അദ്ദേഹം ഒരു കായിക പ്രേമിയാണ്. വർഷങ്ങളായി ഇപ്പോൾ ഫുട്ബോളിൻ്റെ ദിവസങ്ങളാണ്, ഫുട്ബോൾ മാമാങ്കം, ലോക വേൾഡ് കപ്പ്, ജനമാകെ നമുക്ക് കുറച്ച് പ്രയാസമുണ്ട്. കാരണം നമ്മൾ ഇക്കുറി ഉറക്കൊഴിഞ്ഞാൽ മാത്രമേ കളി കാണാൻ കഴിയൂ. ചടങ്ങിൽ ഹോസ്ദുർഗ് ഇൻസ്പെക്ടർ K ദിനേശൻ അധ്യക്ഷനായി. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ MT ജാഫർ, മുഹമ്മദ് മുറിയനാവി, ഫൗസിയ ഷെരീഫ്, N രേഷ്മ, ഹോസ്ദുർഗ് സബ് ഇൻസ്പെക്ടർമാരായ T നീതു, TM അഞ്ജലി, NSSന്റെ കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ P സമീർ സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു. ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രദീപൻ കോതോളി സ്വാഗതവും NSS കോർഡിനേറ്റർ R മഞ്ജു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.